സാർ നമസ്കാരം. നമസ്കാരം. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അടിമകളെപ്പോലെ പെരുമാറാനും ജീവിക്കാനും ഞാൻ തയ്യാറല്ല. ഇത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി അത് വാർത്തയാക്കുകയുണ്ടായി. ക്രൂരമായ മാനസിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ത്രീ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയായ വിനോദിനി ബാലകൃഷ്ണൻ. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ കാലം തിരുവനന്തപുരത്ത് ഔദ്യോഗികമായി ഇടപെടുകയും തിരുവനന്തപുരത്ത് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു നേതാവ് തന്നെയാണ്. ഒരു നേതാവ് മരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ന്യായമായ ഒരു ശ്രദ്ധാഞ്ജലി, അന്ത്യാഞ്ജലി കൊടുക്കുവാൻ അന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളതാണ് തന്നെ മാനസികമായി വേട്ടയാടിയത്, ക്രൂരമായി പീഡിപ്പിച്ചത് എന്നാണ് വിനോദിനി പറഞ്ഞത്. പലയിടങ്ങളിലും അവരത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം TK ഗോവിന്ദനും ഭാര്യയും, അതായത് തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ മത്സരിച്ച് വൻ വിജയം നേടി, പാർട്ടിക്കെതിരെ മത്സരിച്ചു വൻ വിജയം നേടിയ, പാർട്ടിയിൽ 60 വർഷത്തെ പാരമ്പര്യമുള്ള TK ഗോവിന്ദനും ഭാര്യ രമണിയും കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ വിനോദിനി ബാലകൃഷ്ണനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ തൊട്ട് അടുത്ത ദിവസമായിരുന്നു അത്. കോടിയേരിയുടെ സ്മൃതി മണ്ഡപത്തിലെത്തി അവർ പുഷ്പാർച്ചന ചെയ്യുകയുണ്ടായി. ഇത് വലിയ വാർത്തയായി കഴിഞ്ഞപ്പോൾ എന്തിനാണ് TK ഗോവിന്ദനെ വിനോദിനി വീട്ടിൽ സ്വീകരിച്ചത് എന്ന് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ചില വെളിപ്പെടുത്തലുകളുണ്ടായി. അത് അവർ പാർട്ടിയുടെ കുലംകുത്തികളാണല്ലോ എന്നൊക്കെയുള്ള വാർത്ത വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കോടിയേരി ഇഷ്ടപ്പെടുന്നവരാണ് കോടിയേരി വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് അവർ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടു വരുന്നവരാണ്. അവരൊരിക്കലും ഞങ്ങളിങ്ങനെ അഭിസംബോധന ചെയ്യില്ല. മാത്രമല്ല, ഏതെങ്കിലും ആളുകളൊക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ട് അടിമത്ത മനോഭാവം പേറി ജീവിക്കാൻ തയ്യാറല്ല എന്ന് വിനോദിനി പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചെകിട്ടത്ത് അടിക്കുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംസാരം ഉണ്ടായിരിക്കുന്നത്. ഇത് കണ്ണൂരിലടക്കം പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും നയങ്ങൾക്കെതിരായി മറ്റൊരു പോർമുഖം തുറക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയായി രാഷ്ട്രീയ നിരീക്ഷകരും നോക്കിക്കാണുന്നു. എങ്ങനെയാണ് സാറ് ഇതിനെ വിവക്ഷിക്കുന്നത്? അതായത് വിനോദിനിയുടെ വീട്ടിൽ പോയിരിക്കുന്നത് TK ഗോവിന്ദനാണ്. TK ഗോവിന്ദൻ ആരാണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് കലഹിച്ച് സംസ്ഥാന CPM സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ തളിപ്പറമ്പിൽ മത്സരിച്ച് 12,000-ൽ മേലെ വോട്ട് നേടി വിജയിച്ചുള്ള ആളാണ്. ഏകദേശം 20,000 വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ CPM-ന് കുറഞ്ഞു പോയത്. ആ വോട്ടാണ് നേരെ UDF-ലേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം 20,000 പേർ ഇപ്പോൾ CPM വിട്ട് TK ഗോവിന്ദൻ്റെ കൂടെ ചേർന്നിരിക്കുന്നു. അതായത് ഭയങ്കരമായ പൊട്ടിത്തെറിയാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും അതേപോലെ തൃക്കരിപ്പൂരിലുമെല്ലാം, അതേപോലെ പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്തും അതേപോലെ മട്ടന്നൂരിൽ 60,000 വോട്ടുള്ളത് 14,000 വോട്ടിലാണ് ജയിച്ചത്. അതിനർത്ഥം അവിടെ 46,000 വോട്ട് പോയി എന്നുള്ളതാണ്. ഇത്രയും ആളുകൾ CPM-ന്റെ വോട്ടാണ് അവിടെ നിന്ന് മറിഞ്ഞതെന്നുള്ള കാര്യം ആർക്ക് സംശയമില്ലാത്ത കാര്യമാണ്. ഈ സന്ദർഭത്തിലാണ് ഇത്രയും കാലം മിണ്ടാതിരുന്ന് ആ വിഷമങ്ങളെല്ലാം അടക്കി പിടിച്ച് പാർട്ടിയോടെ ഒന്നും മിണ്ടണ്ട എന്ന് വിചാരിച്ച് പാർട്ടിയിൽ നിന്നുള്ള അനീതിയും പ്രത്യേകിച്ച് പിണറായി വിജയനിൽ നിന്നുള്ള അനീതിയെല്ലാം സഹിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കഴിയുകയായിരുന്നു. അവരുടെ കുടുംബം കഴിയുകയായിരുന്നു. എന്താണ് അവർക്കുണ്ടായ വിഷമം? കേരളത്തിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. പിണറായി വിജയനെ അധികാരത്തിലെത്തിക്കാനും അദ്ദേഹത്തെ കൃത്യമായി തുടർന്ന് നയിപ്പിക്കാനും എല്ലാ കാലത്തും കൂടെ നിന്ന് നിഴൽ പോലെ നിന്ന് സഹായിച്ചിട്ടുള്ള ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. പിണറായി വിജയന്റെ എല്ലാ കള്ളത്തരങ്ങളും കൃത്യമായി അറിയുന്ന ഒരാളാണ്. എന്തിന്? ലാവ്ലിൻ കേസിൽ അദ്ദേഹം ലാവ്ലിൻ കേസിന് അനുമതി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡ് ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്നു. അതിലുള്ള മെമ്പർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പിന്നീട് ആ സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് അംഗങ്ങളിൽ ഉള്ള ആളുകളെ എല്ലാവരും അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലാവ്ലിൻ കേസ് അനുമതി ഒപ്പിടാൻ പാടുള്ളൂ. പക്ഷെ അത് അന്ന് അനുമതി ഇല്ലാതെയാണ് ഒപ്പിട്ടത്. പിന്നീട് അനുമതി കൊടുക്കുക ചെയ്തത്. യഥാർത്ഥത്തിൽ അഴിമതി നടത്തിയ ശേഷമാണ് ഈ സംഭവം ഒപ്പിടുന്നത്. പിണറായി വിജയൻ സകല വിധത്തിലും തട്ടിപ്പടത്തിയ ശേഷമാണ് അതിനെല്ലാം പിണറായി വിജയന് നിഴല് പോലെ സഹായം ചെയ്ത് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിയായും അതേപോലെ തുടർന്നിട്ട് VS അച്യുതാനന്ദനെ ഏറ്റുമുട്ടുമ്പോഴും കൂടെ നിന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടുള്ള ആളാണ്. മാത്രമല്ല പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊക്കെ സമന്വയത്തോടു കൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ട് നടന്നിട്ടുള്ള ഒരു നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ഈ നിലയിൽ എത്തിച്ചതിന്റെ
പ്രധാന ക്രെഡിറ്റ് എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. അങ്ങനെയുള്ള കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ അദ്ദേഹം സംസ്ഥാന പാർട്ടി സെക്രട്ടറി ആയിരുന്നു, മുൻ ആഭ്യന്തരമന്ത്രിയാണ്, കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ്. KSFയിൽ പ്രവർത്തിച്ചു തുടങ്ങി ഇങ്ങോട്ട് വളർന്ന് SFIയിൽ കൂടെ ഒക്കെ വളർന്ന് സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ വളർന്നിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഒറ്റ ദിവസം കൊണ്ട് വളർന്ന ആളല്ല, മാസങ്ങളും കൊല്ലങ്ങളും എടുത്ത് 10-50 വർഷത്തോളം പ്രവർത്തിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അങ്ങനെയുള്ള കോടിയേരി ബാലകൃഷ്ണനെ മരിച്ചപ്പോൾ ചെന്നൈയിൽ വെച്ച് ക്യാൻസർ ബാധിതനായി മരിച്ചപ്പോൾ നേരെ കൊണ്ടുവരേണ്ടത് എങ്ങോട്ടാണ്? തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ഇങ്ങോട്ട് പൊതുദർശനം നടത്തി AKG സെന്റർ എല്ലാവർക്കും കാണാനുള്ള അവസരമൊരുക്കി അങ്ങനെ ഇവിടെ എത്തി, കണ്ണൂരിലെത്തി നേരെ സംസ്കരിക്കുകയാണ് വേണ്ടത്. എന്നാൽ പിണറായി വിജയൻ ചെയ്തെന്താണ്? അദ്ദേഹത്തിന് അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കോടിക്കണക്കിന് രൂപ വിദേശത്ത് തട്ടിപ്പ് നടത്തി അതെല്ലാം സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി മകളും മകനും കുടുംബസമേതം വിദേശത്ത് പോകേണ്ടതായിരുന്നു, ഏത് പേരക്കുട്ടി അടക്കം. അതിന് പുലർച്ചയ്ക്ക് പോകേണ്ടതിന് രാത്രി തന്നെ ബോഡി മട്ടന്നൂർ എയർപോർട്ടിൽ എത്തിക്കുകയും എന്നിട്ട് നേരെ കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തത്. ജനങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം പോലും പിണറായി വിജയൻ കൊടുത്തില്ല. എന്നിട്ടോ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മരിച്ച ശേഷം വിനോദിനിയെ കാണാൻ വരികയോ കുടുംബത്തെ കാണാൻ വരികയോ ചെയ്തില്ല. മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിക്കുകയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജയിൽ കിടന്ന ആരാണ് ഒറ്റുകൊടുത്തത്? കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയന്റെ മകളാണ് എന്നുള്ള കാര്യം പാർട്ടി വൃത്തങ്ങൾ തന്നെ പലരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെ എല്ലാ തരത്തിലും ഉപദ്രവിക്കുകയും അവർക്കെതിരെയുള്ള ന്യൂനതകൾ കണ്ടെത്തി പൊതുജന മധ്യത്തിൽ എത്തിക്കുന്നത് ഇവർ വഴിയാണ് എന്നുള്ള കാര്യം ഇപ്പൊ ആർക്കാണ് അറിയാത്തത്? അങ്ങനെയുള്ള വിനോദിനി ഈ മരിച്ച ശേഷം തിരിഞ്ഞു നോക്കാത്ത, മരിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന കോടിയേരിയെ ഒറ്റപ്പെടുത്തി, കുടുംബത്തെ ഒറ്റപ്പെടുത്തി, അവസാനം മരിച്ച ശേഷം ഇലക്ഷനും കഴിഞ്ഞപ്പോൾ തോൽപ്പിയിട്ടപ്പോൾ എന്നും കൂടെ നിന്നുള്ള TK ഗോവിന്ദൻ വന്നപ്പോൾ ചേർത്ത് പിടിക്കുകയാണ് വിനോദിനി ചെയ്തത്. കാരണം അവരൊക്കെയാണ് ഇപ്പൊ വന്ന് സഹായത്തിന് എത്തിയിരിക്കുന്നത്, ഒന്ന് കാണാൻ എത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? എല്ലാ വർഷവും മരിച്ചു ഇതല്ലേ സ്മൃതി മണ്ഡപത്തില് പുഷ്പാർച്ചന നടത്തുകയും അതേപോലെ ഓർമ്മപ്പെടുന്ന ദിവസവും വരെയല്ലേ? ഇത്തരം ദിവസങ്ങളിലൊന്നും തന്നെ പിണറായി വിജയനെ കാണാറില്ല. പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച ശേഷം അദ്ദേഹത്തോട് ക്രൂരമായ അനീതിയാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ ബഹിർസ്ഫുരണമാണ്, അതിന്റെ പൊട്ടിത്തെറിയാണ് വിനോദിനി കാണിച്ചിട്ടുള്ളത്. അതാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ വന്നതിന് ആരെങ്കിലും പറഞ്ഞാൽ ആര് പുല്ല് കൽപ്പിക്കുന്നു, അതായത് പിണറായി വിജയൻ എന്ത് പ്രതികരിച്ചാൽ, പിണറായി വിജയൻ എന്ത് ചെയ്താലും ഞങ്ങൾ പുല്ല് വിലയാണ്, ഒരു മണ്ണാങ്കട്ടയും ഇല്ല എന്ന് പച്ചയ്ക്ക് വിനോദിനി പറഞ്ഞതിന്റെ സത്യം അതാണ്. ഇതാണ് എൻ്റെ യഥാർത്ഥ രഹസ്യം. അതായത് കണ്ണൂരിൽ സ്വന്തം തട്ടകത്ത് പോലും അല്ലെങ്കിൽ സ്വന്തം തറവാട്ടിൽ പോലും പിണറായി വിജയന് ചവിട്ടുകൊള്ളേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അവിടെ ഇപ്പോഴും ജനം പിണറായി വിജയന് നേരെ ഒരു പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇനിയും ഇതുപോലുള്ള ആളുകളുടെ പ്രതികരണം ഏറ്റുവാങ്ങേണ്ടതായി വരും പിണറായി വിജയൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയൊന്നും ഉണ്ടായാലും അതിൽ അതിശയം കൂറേണ്ട കാര്യമില്ല എന്നാണ് ഈ വാർത്ത കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്താ സംഭവിക്കുക എന്നുള്ളത് ഇനിയും കാത്തിരിക്കാൻ കണ്ടറിയാം.